800 അല്ലെങ്കിൽ ഒരു 80 അല്ലെങ്കിൽ ഒരു 100 കുട്ടികളുള്ള ഒരു മദ്രസിൻ്റെ അടുത്ത് കൂടി ഒരാളിങ്ങനെ രാവിലെ നടന്നു പോവുകയാണെങ്കിൽ ഒച്ച കേട്ടിട്ട് ഇവിടെ ഒരു മദ്രസ ഉണ്ട് എന്നാണ് മനസ്സിലാവും. അതേ സമയത്ത് ഒരു 800 കുട്ടികളുള്ള സ്കൂളിൻ്റെ അടുത്ത് കൂടെ പോവുകയാണെങ്കിൽ അത്ര തന്നെ മനസ്സിലാവില്ല, വല്ലാതെ ഒച്ചപ്പാടൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ കാരണം മാഷന്മാർ വല്ലാതെ ഒച്ചയിടില്ല, അവർ രാവിലെ ചായ പിടിച്ചിട്ടാണ് വരിക. ഉസ്താദ്മാർ നല്ലോണം ഒച്ചയിടും, രാവിലെ ചായ പിടിക്കാതെയാണ് വരുന്നത് എന്നുള്ളതാണ് കാരണം. കമ്മിറ്റിക്കാരോട്ട് വാങ്ങിക്കൊടുക്കില്ല. അവിടെ മദ്രസിൻ്റെ തൊട്ടടുത്തുള്ള പീടിയിൽ ഒരു കാൽച്ചായി ഒരു പുട്ടും കഷ്ണം ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അത് ചെയ്തിക്കുകയാണെങ്കിൽ രാവിലെ അത് കുടിച്ചിങ്ങാണ്ട് ഒരു ഗ്ലാസ് വെള്ളവും അതിൻ്റെ ഒപ്പം കുടിച്ചിട്ട് കയറിയാൽ ഒരു ഒച്ചയിടില്ല, നല്ല ഇലക്ക് മട്ടത്തിൽ കൈകാര്യം ചെയ്യും. ഇതിപ്പോൾ കുട്ടികളെന്തെങ്കിലും കാട്ടുമ്പോൾ അതിനോട് ദേഷ്യം വരികയാണ്, കാരണം രാവിലെ ചായ പിടിച്ചിട്ടില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ വല്ലാതെ ഒച്ചിട്ടിട്ട് അവസാനം ലിവർ ചുരുങ്ങി പോവുക എന്ന അസുഖം ഉണ്ടാവും. അപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് നമ്മളെ വാദിക്കണമല്ല. മുത്താലിമീങ്ങൾക്കുണ്ടാണ് അസുഖം ചൊറിയാണ്. മുത്താലിമീങ്ങൾക്കുണ്ടാണ് അസുഖം ചൊറിയാണ്. ചൊറി ഉണ്ടായാൽ നമ്മൾ പറയും ഹൗദത്തെ വെള്ളം കേടുവന്നിട്ടാണ് അറിയാം. അല്ല, ഹൗദത്തെ വെള്ളം കേടുവന്നിട്ടൊന്നല്ല. അത് പിന്നെന്താ, വിയർപ്പ് ശരീരത്തിൽ നിന്ന് കളയായിട്ടാണ്, വേറെ ഒന്നുമല്ല. വിയർപ്പ് ശരീരത്തിൽ നിന്ന് കളയാത്തതാണ്. അത് നമ്മൾ ഈ റമദാനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ദർസിക്ക് വരുമ്പോൾ കുറേ കെട്ടും മാറാപ്പൊക്കെ കൊണ്ടുവരുന്നതിൽ ഒരു വിരിപ്പും പുതപ്പൊക്കെ ഉണ്ടാവും, അതായിട്ടുണ്ട് വരും. പിന്നെ അത് അടുത്ത റമദാനിൽ നിർത്തുമ്പോൾ പെരെ കൊണ്ടുപോയിട്ടാണ് അടുത്ത തിരുമ്പൽ. അതാണ് പ്രശ്നം. വല്ലാതെ തിരുമ്പണമെന്ന് ഞാൻ പറഞ്ഞില്ല, മാസത്തിലൊരിക്കലെങ്കിലും എന്നും കിടക്കുന്ന ഒരു സാധനമല്ലേ, തിരുമ്പിയാൽ ചൊറി ഉണ്ടാവില്ല. അതായത് വിയർപ്പിനൊരു പ്രത്യേകത ഉണ്ട്. വിയർപ്പിലുള്ള അണുക്കൾ ശരീരത്തിൽ നിന്ന് എങ്ങനെയാലും ഒഴിഞ്ഞു പോകില്ല. എന്നാലോ ഈ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലോണം വിയർക്കും ചെയ്യും. അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് നല്ലോണം വിയർപ്പ് കളയണം. എല്ലാ ദിവസവും നിർബന്ധമായും കുളിക്കണം. കുളിക്കുമ്പോൾ ചകിരി കൊണ്ടൊരക്കണം. ഏത് ചകിരി? നമ്മളെ തേങ്ങൻ്റെ ചകിരി തന്നെ വേണം, പ്ലാസ്റ്റിക്കിൻ്റെ ചകിരിയല്ല. ചൊറിക്കുള്ള പരിഹാരം മരുന്ന് ചോറ് കളയാത്ത ചകിരിയാണ്. അതായത് നമ്മൾ ചകിരി എടുത്തിട്ട് ഇങ്ങനെ 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 ആക്കൂലേ, അങ്ങനെ ആക്കണ്ട. ചകിരി ഇങ്ങനെ എടുത്താൽ മതി. അതിൻ്റെ ഒരു ചോറുണ്ടാവും, ആ ചോറോടുകൂടെ വരച്ചാൽ അതാണ് ചൊറിക്കുള്ള ഏറ്റവും നല്ല ചികിത്സ എന്ന് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ നിന്ന് ചകിരി കൊടുന്നിട്ട് അതുകൊണ്ട് ഉരച്ചിട്ട് കുളിക്കണം ദിവസവും ഒരു നേരം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഈ പിന്നെ ചൊറി എന്ന് പറഞ്ഞാൽ ഒരു 4 ആൾക്ക് ചൊറി ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും നല്ലോണം കുളിച്ചണം, എന്നാലേ അവിടെ ആർക്കും ചൊറി ഇല്ലാതിരിക്കണം. അപ്പോൾ മുത്താലിമീങ്ങളുടെ അസുഖം എന്ന് പറഞ്ഞ സംഗതി അതാണ്. പിന്നെ ചൊറിയലും മാന്തിലൊക്കെ തുടങ്ങിയാൽ പിന്നെ പഠിക്കാനും ജഞ്ചാനോ ഓതാനോ ഒന്നും നേരം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ചൊറി ഇല്ലാതെ നോക്കണം. വിയർപ്പ് ശരീരത്തിൽ നിന്ന് നന്നായി കളയണം. പുതപ്പും വിരിപ്പും മാസത്തിലൊരിക്കൽ തിരുമ്പണം. അപ്പോൾ കൂട്ടത്തിൽ ഓർമ്മ എന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഉറങ്ങണ സമയത്ത് നന്നായിട്ട് കയ്യും കാലും തേച്ച് എഴുകി ഒതുണ്ടാക്കിയിട്ട് വിരിപ്പ് നല്ലോണം വിരിക്കുക, മടക്കില്ലാതെ നിവർത്തി വിരിപ്പ് വിരിക്കുക. എന്നിട്ട് ആ വിരിപ്പിലിരിക്കുക. ഇരുന്നിട്ട് കുറഞ്ഞ ദിക്റും സലാത്തും ചെല്ലുക. ഞാൻ സാധാരണ നാടന്മാർക്കൊക്കെയുള്ള ക്ലാസ് എടുക്കല, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാറുള്ളത് ഒരു ഫാത്തിഹ ഓതുക, ഒരു കുൽഹു അല്ലാഹു കുല്ല റബ്ബിൽ ഫലക്ക് കുല്ല റബ്ബിന്നാസ് ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവുക. ഒന്നും കൂടിയും കുൽഹു അല്ലാഹു കുല്ല റബ്ബിൽ ഫലക്ക് കുല്ല റബ്ബിന്നാസ് ഓതുക, തല മുതൽ കാല് വരെ തടവുക. ഒന്നും കൂടിയും കുൽഹു അല്ലാഹു കുല്ല റബ്ബിൽ ഫലക്ക് കുല്ല റബ്ബിന്നാസ് ഓതിയിട്ട് തല മുതൽ കാല് വരെ തടവുക. ഒരായത്തുൽ കുർസി ഓതുക. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ചെല്ലുക. എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൊബൈലിൽ കളിച്ചാതെ വർത്താനം പറയാതെ ഉറങ്ങുക. കടന്നാൽ പിന്നെ വർത്താനം പറയരുത്. വർത്താനമൊക്കെ കഴിഞ്ഞിട്ട് കടന്നാലും മതി. ഉസ്താദിൻ്റെ ഒരു നാടി കിട്ടുന്നത് എൻ്റെ അതിൽപ്പെട്ട കാര്യമല്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ വർത്താനമൊക്കെ കഴിഞ്ഞിട്ട് കടന്നാൽ മതി എന്നാണ്. കടന്ന വർത്താനം പറയരുത്. പിന്നെന്തേലും അത്യാവശ്യം പറയേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ എഴുന്നേറ്റിരിക്കണം. എഴുന്നേറ്റിരുന്നിട്ട് അത് പറഞ്ഞതിൻ്റെ ശേഷം ബിസ്മി ചൊല്ലി ആയിക്കെന്ന് കടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൊബൈലുമ കളിക്കാതെയും വർത്താനം പറയാതെയും ഉറങ്ങാം. രാവിലെ എഴുന്നേറ്റാൽ വിരിപ്പ് പഴയതുപോലെ വിരിക്കുക, അല്ലെങ്കിൽ മടക്കി വെക്കുക. പുതപ്പ് മടക്കിയിട്ട് ഒന്നുകിൽ തലയേണ്ട ഭാഗത്തോ അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗത്തോ വൃത്തിയായി വെക്കുക. ഇങ്ങനെ വെച്ചാൽ ആ താമസ സ്ഥലത്ത് ചെന്നാൽ തന്നെ കാണുമ്പോൾ വലിയൊരു അന്തസ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓരോന്നിനും ഓരോ തീരുമാനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു
ഒരു പള്ളി അതിൻ്റെ പരിപാലകന്മാർ നന്നായി വൃത്തിയായി പരിപാലിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളം ബാത്റൂം വൃത്തിയുണ്ടോ ഇല്ലേ നോക്കലാണ്. നല്ല ഒന്നാം തരം പള്ളിയും എല്ലാ നിലയിലും സൗകര്യമുള്ള ടൈൽസൊക്കെ ഇട്ട ബാത്റൂമൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം മൂത്രമൊഴിക്കാൻ വെള്ളം എടുക്കുന്നിടത്ത് പൈൻറ്റിൻ്റെ അളുക്കാണ് വെച്ചിട്ടുള്ളതെങ്കിൽ മനസ്സിലായി ഇത് അറബി സ്പോൺസർ ചെയ്തപ്പോൾ ഉണ്ടാക്കിയ പള്ളിയാണ്, നാട്ടുകാരുണ്ടാക്കിയതല്ല. കാരണം നാട്ടുകാരുണ്ടാക്കിയതാണെങ്കിൽ പിന്നെ എന്താ ഇപ്പോൾ ഒരു കപ്പും കൂടി വാങ്ങാനുള്ള പൈസ കിട്ടാതിരിക്കും. ഒരു വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാൽ കിട്ടണല്ലേ ഉള്ളൂ അത്. എന്നതുപോലെ വീട് വൃത്തിയുണ്ടോ എന്നുള്ളത് നോക്കണത് ബെഡ്റൂം വൃത്തിയുണ്ടോ നോക്കിയിട്ടാണ്. ഹോട്ടൽ വൃത്തിയുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക ബാത്റൂം വൃത്തിയുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഒരു മനുഷ്യൻ വൃത്തിയുള്ള ആളാണോ എന്ന് നോക്കുന്നത് ചെരുപ്പ് വൃത്തിയുണ്ടോ നോക്കിയിട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചെരുപ്പ് നല്ലോണം തേച്ചേക്ക് വൃത്തിയാക്കണം. ഒരു മനുഷ്യൻ വൃത്തിയുള്ള ആളാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ ചെരുപ്പ് എത്ര ഉണ്ട്. ഇന്നലെ ഞാനൊരു കോട്ടിട്ട ഒരാളെ കണ്ടു. ഒരു മൗലദിനി എന്ന സ്ഥലത്ത് ഒരു കോട്ടൊക്കെ ഇട്ടിട്ട ഒരാളെ കണ്ടു. ഒരു പാളച്ചെരുപ്പ് ഇട്ടിരുന്നു കാലമേ. പിന്നെ എന്തിനാ ആ കോട്ടിട്ട്? ആ കോട്ട് ഊരി വെച്ചിട്ടാണെങ്കിൽ തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ എനിക്ക് വാച്ചുണ്ട്, അത് നല്ല തുണിങ്ങുപ്പായൊക്കെ എടുക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. അതൊരു ശരിയില്ലല്ലോ സംഗതി, ഒരു യോജിപ്പ് വേണ്ടേ. എന്ന മാതിരി ഒരു കോട്ടൊക്കെ ഇട്ട ഒരാളെ കണ്ടു ഇന്നലെ ഒരു മൗലൂദിന് വന്നപ്പോൾ. നല്ലൊരു കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, കാലും പണ്ട് ഇങ്ങനെ ചപ്പിയിട്ട് പരന്ന് രണ്ട് ഭാഗം ഇങ്ങനെ തുറിച്ചിക്കണു. അങ്ങനത്തെ ഒരു ചെരുപ്പ് ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് ആ കോട്ടിനനുസരിച്ച് ഒരു ചെരുപ്പിടണ്ടേ. ഒരു മനുഷ്യൻ്റെ വൃത്തി തീരുമാനിക്കുന്നത് ഓൻ്റെ ചെരുപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ചെരുപ്പ് നല്ലോണം തേച്ചെക്കി ഒരു ഭാഗത്ത് വെച്ച് അത് നല്ല നിലക്ക് ഉപയോഗിച്ച് ചെരുപ്പ് വൃത്തിയുള്ളവൻ്റെ കാല് വൃത്തിയാകാതിരിക്കൂല. ചെരുപ്പ് വൃത്തി ഉണ്ടെങ്കിൽ കാല് വൃത്തിയാക്കാതെ ഇടൂലല്ലോ. അപ്പൊ ചെരുപ്പ് വൃത്തിയായാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഭക്ഷണത്തിന്റെ മര്യാദ പാലിച്ചാൽ ജീവിതത്തിൽ മൊത്തം മര്യാദ ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരിയാണത്. ചെരുപ്പ് വൃത്തിയാക്കുന്നവൻ ശരീരം മൊത്തം വൃത്തിയിൽ കൊണ്ടു നടക്കുന്നവനായിരിക്കും. അതുകൊണ്ട് വൃത്തി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഞങ്ങളോട് പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ ദറജകളെ ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ചെറിയ വിഷയങ്ങളിൽ എല്ലാവരും സൂക്ഷ്മത പാലിക്കണം. സുബഹിൻ്റെ ശേഷം ആരും ഉറങ്ങരുത്. സുബഹിൻ്റെ ശേഷം ഉറങ്ങാൻ പറ്റൂല, അസറിൻ്റെ ശേഷം ഉറങ്ങാൻ പറ്റൂല. പിരാന്തുണ്ടാകാൻ വേറെ ഒന്നും വേണ്ടി വരില്ല. മപ്പനാകും ആള്, അന്തല്ലാത്തവനാകും സുബഹിൻ്റെ ശേഷം ഉറങ്ങിയാലും അസറിൻ്റെ ശേഷം ഉറങ്ങിയാലും. അതുകൊണ്ട് സുബഹിൻ്റെ ശേഷം ഉറങ്ങരുത്, അസറിൻ്റെ ശേഷം ഉറങ്ങരുത്. നല്ല പരിശ്രമം വേണ്ടി വരും സുബഹിൻ്റെ ശേഷം ഉറക്കം വരാതിരിക്കണമെങ്കിൽ. കാരണം ശൈത്താൻ താരാട്ടുപാട്ട് പാടിത്തരുന്ന സമയമാണ് സുബഹിൻ്റെ ശേഷം. ശൈത്താൻ ഇങ്ങനെ തോളിലിട്ടിട്ട് ഇങ്ങനെ രാരീരോ ഉറങ്ങിക്കോ എന്ന് പറയുന്ന സമയമാണ് സുബഹിൻ്റെ ശേഷം. അതുകൊണ്ട് നല്ലോണം അധ്വാനം വേണം സുബഹിൻ്റെ ശേഷം ഉറങ്ങാതിരിക്കണമെങ്കിൽ. സുബഹിൻ്റെ ശേഷം ഉറങ്ങരുത്. സുബഹിൻ്റെ ശേഷം ഉറങ്ങിയാൽ പിരാന്തുണ്ടാവും, അസറിൻ്റെ ശേഷം ഉറങ്ങിയാൽ പിരാന്തുണ്ടാവും, അന്തല്ലാത്തവനാവും. അതുകൊണ്ട് നല്ല അന്തമുള്ളവരാവാൻ വേണ്ടി സുബഹിൻ്റെ ശേഷം ഉറങ്ങരുത്, അസറിൻ്റെ ശേഷം ഉറങ്ങരുത്. പള്ളിയിൽ കഴിഞ്ഞുകൂടുമ്പോൾ, നമ്മളൊക്കെ പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന ആൾക്കാരായതുകൊണ്ട് പള്ളിയുടെ ആദാബുകൾ നിർബന്ധമായും പാലിക്കണം. പള്ളിക്ക് കുറേ അദബുകളുണ്ട്. പള്ളിക്ക് കുറേ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആ വിഷയത്തിൻ്റെ മര്യാദകൾ പാലിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞുകൂടുമ്പോൾ പള്ളിയുടെ അദബുകൾ നിർബന്ധമായും പാലിക്കണം. പള്ളിക്ക് കാല് വൃത്തിയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കയറണം, അല്ലെങ്കിൽ കഴുകിയിട്ട് കയറണം. നമ്മളിങ്ങനെ സ്ഥിരം ഇറങ്ങലും കയറലും ആകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ കയറും. അങ്ങനെ കീറിയ ബനിയനൊന്നും ഇട്ടുങ്ങാണ്ട് ഔത്ത പള്ളിയിൽ കൂടെ ഒന്നും നടക്കരുത്. പരമാവധി ഷർട്ട് ധരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരമായി കമീസ് ധരിക്കാറുണ്ടായിരുന്നു. നബി തങ്ങളെ കമീസ് ധരിക്കാതെ ആരും കണ്ടിട്ടില്ല എന്നുള്ള സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പൂർവ്വകാല വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് നബി തങ്ങളുടെ മുതുകത്തുണ്ടായിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിൻ്റെ അവസാനത്തെ മുദ്ര കാണാൻ വേണ്ടി പരിശ്രമിച്ച ഒരു ചരിത്രമുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുപ്പായിടാത്ത ഒരു സമയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. അവസാനം ഒരു സഹാബി മരണപ്പെട്ടപ്പോൾ മയ്യത്ത് മറവ് ചെയ്യുന്ന സ്ഥലത്ത് സൽമാൻ അൽ ഫാരിസി ചെന്നു. അവിടെ എന്തായാലും ഖബർക്ക് ഇറങ്ങുമ്പോൾ കുപ്പായ അയക്കുമെന്നാണ് കരുതിയത്, പക്ഷെ അതും അയച്ചിട്ടില്ല. അങ്ങനെ അവസാനം മൂപ്പര് 4 ഭാഗത്തു നിന്ന് നോക്കണുണ്ട്.
ഖബറ് പിന്നെ മറവ് ചെയ്യലൊക്കെ കഴിഞ്ഞ് മൂടലൊക്കെ വെച്ച് മറവ് ചെയ്ത് മടങ്ങണ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാനുൽ ഫാരിസിയെ വിളിച്ചിട്ട് കുപ്പായത്തിൻ്റെ വട്ടം സഹിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതല്ലേ ജാ നോക്കുന്ന സാധനം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അപ്പോൾ സൽമാൻ ഇസ്ലാമിലേക്ക് വന്നതായിട്ടാണ് താരീഖിലുള്ളത്. അപ്പോൾ നബി തങ്ങൾ സ്ഥിരമായി കുപ്പായം ധരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ചുമല് തുറന്നിടുക, ആളുകളുടെ മുമ്പിൽ കീറിയ പനിയിട്ടിട്ട് നടക്കുക, അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ലാതെ ഒരു കള്ളിത്തുണിയാണെങ്കിൽ പോലും നന്നായി തിരുമ്പി വൃത്തിയാക്കി ഇസ്തിരിയൊക്കെ ഇട്ട് ഉഷാറാക്കിയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു രീതി നമ്മളിൽ ഉണ്ടാവണം. തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചാലാണ് ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുക.